ഇന്ന് 2026 ഏപ്രിൽ 9. ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഇലക്ഷൻ്റെ ദിവസമാണ്. ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ചിലതിനെ സെലക്ട് ചെയ്യുന്ന ദിവസമാണ്. ചിലതിൻ്റെ നന്മകൾ തിരിച്ചറിയുകയും മറ്റു ചിലതിൻ്റെ തിന്മകൾ തിരിച്ചറിയുകയും ചെയ്ത് നമുക്ക് ഗുണമുള്ള, നമുക്ക് അനുഗ്രഹമുള്ള ചിലതിനെ ഇലക്ഷനിലൂടെ സെലക്ട് ചെയ്യുന്ന ദിവസങ്ങളാണ്. നമ്മളത് ചെയ്യുന്നതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകണം, അനുഗ്രഹങ്ങൾ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സുഖകരമായ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതാണ് ഇലക്ഷനിലൂടെ നാം ഉദ്ദേശിക്കുന്നതും പുതിയ വ്യക്തികളെ സെലക്ട് ചെയ്യുന്നതും. ഇതേ സംഭവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സംഭവിക്കണം. നമ്മുടെ ജീവിതത്തിലെ തിന്മകൾ കൊണ്ടിടുന്ന പൈശാചിക മണ്ഡലത്തെ നാം തിരിച്ചറിഞ്ഞ് അതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും റിജക്റ്റ് ചെയ്ത് എടുത്തു കളഞ്ഞ് നമുക്ക് നന്മ തരുന്ന ദൈവത്തെ നമ്മിലേക്ക് സെലക്ട് ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ ഒരവസരം ഉണ്ടായിരിക്കണം. അല്ല എങ്കിൽ തിന്മയിലൂടെ സഞ്ചരിച്ച് നാശമായിരിക്കും, നിത്യ നരകമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. എലക്ഷൻ എന്നൊരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവന്നാൽ നിത്യ നരകത്തിന് പകരം നിത്യസ്വർഗം, നിത്യമായ സന്തോഷം, നിത്യമായ ആനന്ദം നമ്മുടെ ജീവിതത്തിൽ വരുവാനായിട്ട് ഇടയായി തരും. വചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുക. എപ്പോഴാ നാം ദൈവത്തെ സെലക്ട് ചെയ്യുന്നേ? ദൈവത്തോടു കൂടെ നമ്മൾ എപ്പോഴാണ് നടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ദൈവം നമ്മുടെ തകർച്ചയല്ല, നമ്മുടെ പരാജയമല്ല ആഗ്രഹിക്കുന്നത്. മനുഷ്യരും പൈശാചിക മണ്ഡലവും ആഗ്രഹിക്കുന്നത് നമ്മുടെ പരാജയമാണ്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ വിജയമാണ്. ഇന്ന് ഈ എലക്ഷൻ നടക്കുന്ന ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ കുടുംബജീവിതത്തിൻ്റെയും ഒരു അനുഗ്രഹത്തിൻ്റെ, ഒരു എലക്ഷൻ്റെ, അപ്പോൾ തന്നെ ഒരു സെലക്ഷൻ്റെ, ദൈവത്തെ സെലക്ട് ചെയ്യുന്ന ദിവസമായി മാറട്ടെ. അനുഗ്രഹത്തോടു കൂടെ നടക്കട്ടെ, ആനന്ദത്തോടു കൂടെ നടക്കട്ടെ. നിത്യതയിൽ നടക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.